ചിലപ്പോഴെങ്കിലും നമുക്ക് ഒരു ആത്മവിശ്വാസക്കുറവ് തോന്നിയിട്ടില്ലേ? ഈ കോൺഫിഡൻസ് ഇല്ലായ്മ എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടായി വരുന്നത്? നമുക്ക് ശ്രദ്ധിച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ചില പോയിന്റുകളുണ്ട്. വളരെ ചെറിയ പോയിന്റുകളാണ്. നമ്മളെ അശ്രദ്ധ കൊണ്ടോ നമ്മളത്ര കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ടോ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോലുള്ള ചില കാര്യങ്ങളാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കും ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ കഴിയും. അതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കോൺഫിഡൻസ് ഇല്ലായ്മ, നമ്മൾ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, ചില ടാസ്ക് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസക്കുറവ് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇതെന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആത്മവിശ്വാസം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. ആദ്യം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ എന്താണോ, നമ്മുടെ വ്യക്തിത്വം എന്താണോ, ആ വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കുകയും അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ വ്യക്തിത്വം വിട്ടുള്ള ഒരു കളിക്കും നമ്മൾ നിൽക്കരുത്. ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആത്മവിശ്വാസം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. മറ്റൊന്നാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യം. ഒരു ഗ്രൂപ്പിനകത്തോ ഒരു ഡിസ്കഷനിൽ ഇരിക്കുമ്പോൾ സംസാരങ്ങൾ വരുമ്പോൾ ചില ടോപ്പിക്കുകൾ നമുക്ക് അറിയാത്തതുണ്ടായിരിക്കും. അത്തരം ടോപ്പിക്കുകൾ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുക. കാരണം നമ്മൾ പറയുന്ന അഭിപ്രായത്തെ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ മറ്റൊരാൾ വിലയിരുത്തുക. കാരണം ആ പറയാൻ പോകുന്ന കാര്യത്തിൽ നമുക്ക് അറിവില്ലെങ്കിൽ അവിടെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഇല്ലായ്മ ഉണ്ടാകും. അപ്പൊ നമ്മളെ പറയുന്ന അഭിപ്രായത്തിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അറിവില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാതിരിക്കുക. മറ്റൊന്ന്, നമ്മൾ സംസാരിക്കുമ്പോൾ തല കുമ്പിട്ട് സംസാരിക്കുന്ന ചില പ്രവണത നമ്മൾ പലരും കാണാറുണ്ട്. കഴിയുന്നതും നമ്മുടെ മുഖത്ത് നോക്കി, കണ്ണിലേക്ക് നോക്കി തന്നെ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നിലനിർത്താൻ പറ്റുക. മാത്രമല്ല, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് മറ്റൊരു ദിശയിലേക്ക് നമ്മളായിട്ട് വെട്ടിക്കരുത്. മറ്റൊരാൾ മാറുന്നവരെ നമ്മൾ അയാൾ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ സംസാരിക്കണം. എങ്കിലാണ് നമുക്ക് അവിടെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് അവരുടെ മുന്നിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയിൽ കയറി സംസാരിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ മെല്ലെ അത് മാറ്റിയെടുക്കണം. കാരണം നമ്മുടെ ടേൺ എപ്പോഴാണ് വരുന്നത് അതിനായി നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ടേൺ വരുമ്പോൾ മാത്രം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഇടയിൽ കയറി സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഒരു കഥാപാത്രമായി മാറുകയും നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നമ്മൾ ഇടയിൽ കയറി സംസാരിക്കുന്നത് മറ്റുള്ള വിലയിരുത്താൻ സാധ്യത. അതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ മറ്റുള്ളവരിൽ നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടാവാൻ നമ്മുടെ ടേൺ വരുന്നത് വരെ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, സംസാരിക്കുമ്പോൾ വളരെ നല്ല വാക്കുകൾ ഉപയോഗിക്കാനും വളരെ ശാന്തമായി സംസാരിക്കാൻ നോക്കുക. വളരെ ശാന്തമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചില ആർഗ്യുമെന്റുകളിൽ ചെല്ലാറുണ്ട്. ആർഗ്യുമെന്റിൽ എത്തിപ്പെടുമ്പോൾ അവിടെ നമ്മൾ ദേഷ്യം അതിലേക്ക് നമ്മുടെ ആർഗ്യുമെന്റിലേക്ക് വരുത്താതിരിക്കുക. ഡിബേറ്റ് ആവാം, ആർഗ്യുമെന്റ്സ് ആവാം, ഒരു കുഴപ്പമുള്ളല്ല. ഹെൽത്തി ആർഗ്യുമെന്റ്സ് എപ്പോഴും നല്ലതാണ്. പക്ഷെ അവിടെ നമ്മുടെ ദേഷ്യങ്ങൾ അതിലേക്ക് വരുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ലൈഫിലെ ഏത് സിറ്റുവേഷൻ നമുക്ക് മുന്നിലേക്ക് വരാം. ആ ഏത് സിറ്റുവേഷൻ വന്നാലും ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അത് വരുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് തന്നെ നമ്മൾ നിൽക്കണം. ഏറ്റവും മോശപ്പെട്ട അവസ്ഥ എന്താണോ അത് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നേരിടും എന്നുള്ളത് ഫേസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുക. സംസാരിക്കാതിരിക്കുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക, വളരെ കാമായിട്ടിരിക്കുക. ഏത് സിറ്റുവേഷനിലും ഒരിക്കലും നമ്മൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവ രീതി നമ്മൾ കൊണ്ടുവരരുത്. വളരെ കാമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ തന്നെ പേഷ്യൻസ്, പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ഇത് കൊടുക്കുക. വളരെ നല്ലൊരു ലിസണറായിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ചെറുതാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല പോയിന്റുകളാണ്. പക്ഷെ ഈ പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതിനൊന്നുകൂടി ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം നമ്മുടെ ലൈഫിൽ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അത്ര കോൺഫിഡൻസ് എന്ത് കാര്യം വന്നാലും ചങ്കുറ്റത്തിന് നേരിടാനുള്ള ഒരു ആത്മധൈര്യം, ആ കോൺഫിഡൻസ് അതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. കാരണം മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. അത്തരത്തിലുള്ള കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാൻ, വീണ്ടും കോൺഫിഡൻസോട് അടുത്ത ആഴ്ച നിങ്ങളെ കാണുന്നവരെ ശനിയാഴ്ച വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്.